ലെങ്തി ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കും കേട്ടോ എപ്പോഴും അടിയാ. നല്ല പ്രണയ കഥകളുണ്ടല്ലോ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വലിയ കഥകൾ, അങ്ങനത്തെ കഥകളായിരിക്കും ഈ ഒരു ഇതിൽ ഉണ്ടാവുക. അഗ്നിപുഷ്പം. രചന ഇല. നിളയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു ആകാശ് ആദ്യമായി അവളുടെ കയ്യിൽ പിടിച്ച നിമിഷം. അത് കോളേജ് ക്യാമ്പസിലെ ഇടനാഴിയിലായിരുന്നു. സൂര്യപ്രകാശം ചില്ലുവാതിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. നിള, അവൻ മൃദുവായി വിളിച്ചു. നിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ട്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു ചെറു ചൂട് നിറച്ചു. അന്ന് അവൾക്ക് 19 വയസ്സ്. പ്രണയം സിനിമകളിലും പുസ്തകങ്ങളിലും മാത്രം കണ്ടിരുന്നൊരു മാന്ത്രിക ലോകം. ആകാശ്, അവളുടെ സീനിയർ, ക്ലാസ് ലീഡർ, എല്ലാവരുടെയും പ്രിയങ്കരൻ. അവൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു നായകനെ പോലെയാണെന്ന് അവൾ വിശ്വസിച്ചു. അവൻ്റെ സംസാര രീതി, ചിരി, മറ്റുള്ളവരോടുള്ള ഇടപഴകൽ എല്ലാം അവളെ ആകർഷിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ആകാശ് അവൾക്ക് സമ്മാനങ്ങൾ നൽകി, കവിതകൾ എഴുതി, അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. നിളയുടെ ലോകം അവനെ ചുറ്റിപ്പറ്റി കറങ്ങി. എല്ലാ സ്വപ്നങ്ങളിലും ആകാശ് ഒരു മരതകപ്പച്ച പോലെ നിറഞ്ഞു നിന്നു. പക്ഷേ ആ മരതകപ്പച്ചയ്ക്ക് പതിയെ നിറം മങ്ങാൻ തുടങ്ങി. ആദ്യ സൂചനകൾ ചെറുതായിരുന്നു. നിള കൂട്ടുകാരികളോടൊപ്പം പുറത്തു പോകുമ്പോൾ അവൻ്റെ ഫോൺ കോളുകൾക്ക് എണ്ണം കൂടി. എവിടെയാണ്, ആരുടെ കൂടെയാണ്, എത്ര നേരമെടുക്കും? ചോദ്യങ്ങൾ ആവർത്തന വിരസമായി. അവൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവൻ പറയും, ഈ നിറം നിനക്ക് ചേരില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടം നീ സിമ്പിളായി നടക്കുന്നതാണ്. നിളയും അതൊന്നും കാര്യമാക്കിയില്ല. സ്നേഹം കൊണ്ടായിരിക്കും, തനിക്ക് ചേരുന്നത് എന്താണെന്ന് അവൻ അറിയുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ അവൾ സ്വയം സമാധാനിപ്പിച്ചു. പതുക്കെ ഈ ചെറിയ നിയന്ത്രണങ്ങൾ ഒരു വലിയ കൂടാരമായി രൂപാന്തരപ്പെട്ടു. ആകാശ് നിളയുടെ ഫോൺ പരിശോധിക്കാൻ തുടങ്ങി. അവളുടെ സന്ദേശങ്ങൾ, കോളുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം അവൻ്റെ നിരീക്ഷണത്തിലായി. എന്താണ് നീ അവരോട് സംസാരിക്കുന്നത്? എന്തിനാണ് നീ ആ പോസ്റ്റിനെ ലൈക്ക് ചെയ്തത്? അവൻ്റെ ചോദ്യങ്ങൾ അവളുടെ സ്വകാര്യതയെ കീറി മുറിച്ചു. രമ്യ, അവളുടെ ഉറ്റ സുഹൃത്ത്, നിളയോട് പലതവണ പറഞ്ഞിരുന്നു, നിള, ആകാശ് നിന്നെ ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. ഇതതിനല്ല. പക്ഷേ നിള അത് ചെവിക്കൊണ്ടില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവൾ പറഞ്ഞു. സ്നേഹത്തിന്റെ പേരിൽ എന്ത് സഹിക്കാനും അവൾ തയ്യാറായിരുന്നു. ഒരു വൈകുന്നേരം നിളയും രമ്യയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി ആകാശ് മുന്നിൽ പെട്ടു. അവന്റെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. നിനക്കെന്താ ഞാൻ പറയുന്നത് കേട്ടാൽ? അവൻ നിളയോട് ചോദിച്ചു. നിള അമ്പരന്നു. എന്താ ആകാശ്? നീ രമ്യയുമായി അധികം അടുപ്പം കാണിക്കേണ്ട, അവൾ നിന്നെ വഴിതെറ്റിക്കും. രമ്യ ഞെട്ടിപ്പോയിരുന്നു. ആകാശ്, എന്താ നീ പറയുന്നത്? നിള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നിന്റെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല, ആകാശ് രൂക്ഷമായി പറഞ്ഞു. നിള, നീ എൻ്റെ കൂടെ വാ. നിളയുടെ മുഖം വിളറി. അവൾ രമ്യയെ നോക്കി. രമ്യയുടെ കണ്ണുകളിൽ സഹതാപവും രോഷവും ഒരുമിച്ചുണ്ടായിരുന്നു. നിള ഒന്നും പറയാതെ ആകാശിനൊപ്പം നടന്നു നീങ്ങി. അന്ന് രാത്രി അവൾ ഒരുപാട് കരഞ്ഞു. താൻ എവിടെയാണ് തെറ്റിയത്? ആകാശ് എന്തിനാണ് ഇങ്ങനെ? അവൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല. മാസങ്ങൾ കടന്നുപോയി. ജീവിക്കുന്ന മാറി. അവളുടെ ചിരി മാഞ്ഞു പോയിരുന്നു. കണ്ണുകളിലെ തിളക്കം കെട്ടുപോയിരുന്നു. ആകാശിന്റെ ഇഷ്ടങ്ങൾ മാത്രമായി അവളുടെ ജീവിതം. അവൻ പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചു, അവൻ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചു, അവൻ അനുവദിക്കുന്നവരുമായി മാത്രം സംസാരിച്ചു. അവളുടെ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം അവന്റെ നിയന്ത്രണങ്ങളിൽ ഒതുങ്ങി. ഒരു ദിവസം നിളയുടെ അമ്മായിയുടെ മകൾ സന്ധ്യയുടെ കല്യാണമായിരുന്നു. നിളയ്ക്ക് എവിടെ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കുറച്ചു കാലമായി കുടുംബ ചടങ്ങുകളിലൊന്നും അവൾ പങ്കെടുത്തിരുന്നില്ല. എനിക്ക് സന്ധ്യയുടെ കല്യാണത്തിന് പോകണം, കുറച്ചു നേരത്തേക്ക് മാത്രം മതി. നിള ധൈര്യം സംഭരിച്ചു ചോദിച്ചു. നീ പോകണ്ട, എനിക്ക് നിന്നോടൊപ്പം സമയം ചെലവഴിക്കണം. അവൻ തീർത്തു പറഞ്ഞു. നിനക്ക് എന്നേക്കാൾ വലുതാണോ ആ കല്യാണം? അവന്റെ ചോദ്യം ഒരു വാളായി അവളെ മുറിപ്പെടുത്തി. നിളയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി കട്ടിൽ കിടക്കുമ്പോൾ നിളയ്ക്ക് ഉറക്കം വന്നില്ല. ജനലിലൂടെ നിലാവെളിച്ച മുറിയിലേക്ക് അരിച്ചിറങ്ങി. അവളുടെ മനസ്സ് ഒരുപാട് ചോദ്യങ്ങൾ തിങ്ങി നിറഞ്ഞു. താൻ സ്നേഹമെന്ന് കരുതിയത് എന്തായിരുന്നു? ഈ ബന്ധത്തിൽ താൻ സന്തോഷവതിയാണോ? ഈ 4 ചുവരുകൾക്കുള്ളിൽ, അവന്റെ വാക്കുകൾക്കുള്ളിൽ താൻ സ്വയം നഷ്ടപ്പെടുകയാണെന്ന് അവൾക്ക് തോന്നി. എപ്പോഴാണ് താൻ ഒരു ജീവനുള്ള പാവയായി മാറിയത്? മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ അവളെ വേട്ടയാടി. അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു തീപ്പൊരി അവശേഷിച്ചിരുന്നു. അത് ആളിക്കത്താൻ തുടങ്ങി. ഈ ഇരുണ്ട കൂടാരത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ എങ്ങനെ? എവിടെ നിന്ന് തുടങ്ങണം? അവൾക്ക് പേടിയുണ്ടായിരുന്നു, ഒരുപാട് പേടി. പക്ഷേ ആ പേടിയേക്കാൾ വലുതായിരുന്നു സ്വയം നഷ്ടപ്പെടുമ്പോൾ തോന്നിയ ശൂന്യത. നിളയ്ക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഭാരം താങ്ങാൻ കഴിയാതെ തലയണയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. രാവിലെ ഉണരുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. തലയ്ക്കൊരു ഭാരവും. ഇത് ശരിയല്ല, അവൾ സ്വയം പറഞ്ഞു. എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. പക്ഷെ എവിടെ തുടങ്ങണം എന്നെങ്ങനെ അവൾക്കറിയാം? ആ ദിവസം അവൾ ക്ലാസ്സിൽ പോയില്ല. ആകാശ് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. പതിവില്ലാതെ ഈ പ്രവൃത്തി അവനെ പ്രകോപിപ്പിച്ചു. അവന്റെ കോളുകൾ ആവർത്തിച്ചു വന്നു. ഒടുവിൽ അവൾ ഫോൺ എടുത്തു. എന്താ നിള, എവിടെയാ നീ? എന്താ ഫോൺ എടുക്കാത്തത്? അവന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ വന്നില്ല, അവൾ മെല്ലെ പറഞ്ഞു.
നീ എവിടെയാണ്? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വീട്ടിലുണ്ട്. എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. നിളയുടെ ശബ്ദത്തിൽ ഒരു നേരിയ ധൈര്യം. എന്താ നിന്റെ പ്രശ്നം നിള? എന്നോട് പറയാൻ പാടില്ലേ? ആ ചോദ്യം അവളിൽ വീണ്ടും ദേഷ്യം നിറച്ചു. എനിക്കൊരു പ്രശ്നവുമില്ല, അവൾ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അതൊരു തുടക്കമായിരുന്നു. അവനില്ലാത്ത ഒരു നിമിഷം പോലും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന നിള ആദ്യമായി അവനെ അവഗണിച്ചു. ഈ അവസ്ഥയിൽ അവൾക്കൊരു സുഹൃത്തിനെ ആവശ്യമായിരുന്നു. അവളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന പേര് രമ്യയുടേതായിരുന്നു. രമ്യ അവൾ കുറച്ചു കാലമായി അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു, ആകാശിന്റെ നിർബന്ധം കാരണം. പക്ഷേ രമ്യ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിളയ്ക്ക് ഉറപ്പായിരുന്നു. നിള പതിയെ രമ്യയ്ക്ക് മെസ്സേജ് അയച്ചു. രമ്യ, എനിക്കൊന്ന് കാണണം. മിനിറ്റുകൾക്കകം മറുപടി വന്നു. നിള, നീ എവിടെയായിരുന്നു? എപ്പോൾ വേണമെങ്കിലും വരാം. അന്ന് വൈകുന്നേരം അവർ ഒരു ചെറിയ കഫേയിൽ കണ്ടുമുട്ടി. രമ്യയുടെ മുഖത്തും സന്തോഷവും ആശ്വാസവും ഒരുമിച്ചുണ്ടായിരുന്നു. നീ എന്താ നിള, വല്ലാതെ ക്ഷീണിച്ചിരുന്നല്ലോ? രമ്യയുടെ ചോദ്യത്തിൽ സ്നേഹം നിറഞ്ഞിരുന്നു. നിളയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. നടന്നതെല്ലാം അവൾ രമ്യയോട് പറഞ്ഞു. ആകാശിന്റെ നിയന്ത്രണങ്ങൾ, മാനസിക പീഡനങ്ങൾ, അവളുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം, എല്ലാം. രമ്യ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീരൊപ്പി. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു നിള. ഞാൻ നിന്നെ ഓർത്ത് വിഷമിച്ചിരുന്നു. ഇത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ? പക്ഷെ സാരമില്ല, ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. നിനക്ക് എന്നെയും നിന്റെ കുടുംബത്തെയും വിശ്വസിക്കാം. ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകും. രമ്യയുടെ വാക്കുകൾ നിളയ്ക്ക് വലിയ ആശ്വാസമായി. ഒരുപാട് കാലത്തിന് ശേഷം അവൾക്ക് ശ്വാസം കഴിക്കാൻ കഴിഞ്ഞതുപോലെ തോന്നി. രമ്യയുടെ വാക്കുകൾ അവളെ കൂടുതൽ ശക്തിയാക്കി. വീട്ടിലെത്തിയ നിള നേരെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. അച്ഛൻ രാജൻ മാഷ് ഒരു റിട്ടയർഡ് അധ്യാപകൻ, അമ്മ സുധ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഇരുവരും അവളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷേ ആകാശിന്റെ സ്വാധീനം കാരണം അവൾ അവരിൽ നിന്നും അകന്നു നിന്നിരുന്നു. നിള അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറഞ്ഞു. ആകാശ് അവളെ മാനസികമായി എങ്ങനെ ബുദ്ധിമുട്ടിച്ചുവെന്നും തനിക്കിനി ഈ ബന്ധത്തിൽ തുടരാൻ കഴിയില്ലെന്നും അവൾ പറഞ്ഞു. അച്ഛനും അമ്മയും അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയിരുന്നു. അവരുടെ മകൾ ഇത്രയധികം വേദനയിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. മോളെ, നീ ഞങ്ങളോട് നേരത്തെ പറയേണ്ടിയിരുന്നില്ലേ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സാരമില്ല മോളെ, അച്ഛൻ അവളുടെ കൈകളിൽ തഴുകി. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഈ നരകത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അച്ഛൻ രാജൻ മാഷിന്റെ വാക്കുകൾ അവൾക്ക് ഒരു പാറയുടെ ഉറപ്പുണ്ടായിരുന്നു. അതേസമയം ആകാശ് നിലയെ ഫോണിൽ കിട്ടാതെയും അവൾ തന്റെ കോളുകൾക്ക് മറുപടി നൽകാത്തതിലും പ്രകോപിതനായി. അവൻ നിലയുടെ വീട്ടിലേക്ക് വന്നു. കടന്നു വന്ന ആകാശിനെ കണ്ടപ്പോൾ നിലയ്ക്ക് ഭയമായി. അവൾ രമ്യയെ വിളിക്കാൻ ഒരുങ്ങി. പക്ഷെ അച്ഛൻ അവളെ തടഞ്ഞു. ഞാൻ സംസാരിക്കാം നിള, അച്ഛൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്താ രാജൻ മാഷേ? നില എന്തിനാ എന്റെ ഫോൺ എടുക്കാത്തത്? ആകാശ് ദേഷ്യത്തിൽ ചോദിച്ചു. ആകാശ്, നിളയ്ക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല, അച്ഛൻ ശാന്തമായി പറഞ്ഞു. അത് നിളയുടെ തീരുമാനമല്ല, നിങ്ങൾ അവളെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, ആകാശ് വാദിച്ചു. നിള, നീ വാ എന്റെ കൂടെ. അവൾ എവിടെയും വരില്ല, അച്ഛൻ കടുപ്പിച്ചു പറഞ്ഞു. നീ ഇനി അവളെ ബുദ്ധിമുട്ടിക്കരുത്. ആകാശ് കുറച്ചുകൂടി വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ രാജൻ മാഷിന്റെ ഉറച്ച നിലപാട് കണ്ടപ്പോൾ അവനൊന്നും ചെയ്യാനായില്ല. ദേഷ്യത്തോടെ ആകാശ് ഇറങ്ങിപ്പോയി. ആ ദിവസത്തോടെ നിളയുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അവൾ ആ ബന്ധത്തിൽ നിന്ന് മാനസികമായി വിടുതൽ നേടിയിരുന്നു. അത് എളുപ്പമായിരുന്നില്ല. ആകാശിന്റെ ഭീഷണിക്കോളുകൾ തുടർന്നു. ചിലപ്പോൾ അവൻ അവളുടെ വീടിന് മുന്നിൽ വന്ന് ബഹളമുണ്ടാക്കി. പക്ഷെ നിളയ്ക്ക് രമ്യയുടെയും മാതാപിതാക്കളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം രമ്യ നിളയെ അവളുടെ അമ്മാവന്റെ മകൻ സന്തോഷ് എന്ന സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സന്തോഷ് ശാന്തനായി പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു. നിള, ഈ അവസ്ഥയിൽ നീ തനിച്ചല്ല. പലരും ഇത്തരം ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട്. അതിനെ അതിജീവിക്കാൻ നിനക്ക് സാധിക്കും. ആദ്യം വേണ്ടത് മാനസികമായ ധൈര്യമാണ്. പഴയതൊക്കെ മറന്ന ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിനക്ക് കഴിയും. സന്തോഷ് അവളെ ആശ്വസിപ്പിച്ചു. സന്തോഷിന്റെ വാക്കുകൾ നിളയ്ക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. അവൾ പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങി. കോളേജിൽ പോകാൻ തുടങ്ങി. കൂട്ടുകാരുമായി സംസാരിച്ചു. അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. കണ്ണുകളിൽ നഷ്ടപ്പെട്ട തിളക്കം പതിയെ തിരിച്ചെത്തി. രമ്യയുടെയും മാതാപിതാക്കളുടെയും സന്തോഷത്തിന്റെയും പിന്തുണ അവൾക്ക് വലിയൊരു ഊർജമായി. അവൾ ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കുക മാത്രമല്ലായിരുന്നു, സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കുക കൂടിയായിരുന്നു. ആകാശിന്റെ ഓർമ്മകളിൽ നിന്നും നിള പൂർണ്ണമായും മുക്തിയായിരുന്നില്ലെങ്കിലും അവളുടെ മനസ്സിന് വലിയൊരു അളവ് സമാധാനം ലഭിച്ചിരുന്നു. രമ്യയുടെയും അച്ഛന്റെയും അമ്മയുടെയും സാന്ത്വനം അവളെ കരുത്താക്കി. സന്തോഷിന്റെ തെറാപ്പികൾ അവളുടെ ചിന്തകളെ ശുദ്ധീകരിക്കാൻ സഹായിച്ചു. നിള, നിനക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും, സന്തോഷ് പലപ്പോഴും പറയുമായിരുന്നു. പഴയ ബന്ധത്തിലെ മുറിവുകൾ നിനക്കൊരു പാഠമാണ്, ഒരു ഭാരമല്ല. ദിവസങ്ങൾ കടന്നുപോയി. നിള പതിയെ കോളേജ് ജീവിതത്തിലേക്ക് പൂർണ്ണമായും മടങ്ങി വന്നു. പുസ്തകങ്ങളിലും പഠനത്തിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എങ്കിലും ആകാശ് എവിടെയെങ്കിലും വെച്ച് കാണുമോ എന്നൊരു ഭയം അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആകാശ് കോളേജിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങി.
അവൻ മറ്റൊരു നഗരത്തിലേക്ക് മാറിയെന്നൊരു വാർത്ത അവൾ പിന്നീട് അറിഞ്ഞു. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായി. നിള തന്റെ താല്പര്യങ്ങൾ വീണ്ടും കണ്ടെത്താൻ തുടങ്ങി. ചെറുപ്പത്തിൽ അവൾക്ക് നൃത്തത്തോട് വലിയ അഭിനിവേശമുണ്ടായിരുന്നു. എന്നാൽ ആകാശ് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. രമ്യയുടെ നിർബന്ധപ്രകാരം അവൾ വീണ്ടും നൃത്ത ക്ലാസ്സുകളിൽ ചേർന്നു. പ്രശസ്ത നർത്തകിയായ കാവേരി ടീച്ചറുടെ കീഴിൽ അവൾ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. കാവേരി ടീച്ചർ നൃത്തം പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് പുതിയ പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ടീച്ചറുടെ ഓരോ ചലനത്തിലും വാക്കുകളിലും ഒരുതരം ഊർജം നിറഞ്ഞു നിന്നു. നൃത്തം നിളയ്ക്കൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. ശരീരത്തെയും മനസ്സിനെയും ഒരുമിപ്പിക്കാൻ നൃത്തത്തിന് കഴിയുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഓരോ ചുവടിലും അവളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. നൃത്ത ക്ലാസ്സുകളിൽ വെച്ച് അവൾ പുതിയ കൂട്ടുകാരെ കണ്ടെത്തി. അവരിൽ പ്രധാനപ്പെട്ടവൾ അഞ്ജനയായിരുന്നു. അഞ്ജന നിളയെപ്പോലെ തന്നെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു പെൺകുട്ടിയായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ നല്ല സുഹൃത്തുക്കളായി മാറി. അഞ്ജനയുടെ തുറന്ന സമീപനവും നിഷ്കളങ്കമായ ചിരിയും നിളയ്ക്ക് വലിയൊരു ഉന്മേഷം നൽകി. കോളേജ് ജീവിതത്തിൽ ഒരു മാറ്റം കൂടി സംഭവിച്ചു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് നിളയ്ക്ക് നല്ല മാർക്കുകൾ ലഭിച്ചു. ക്ലാസ് ലീഡറായിരുന്ന ആകാശ് പോയതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ക്ലാസ്സിലെ പ്രൊഫസറായ രാധിക മാം നിളയുടെ പേര് നിർദ്ദേശിച്ചു. തുടക്കത്തിൽ നിളയ്ക്ക് മടിയുണ്ടായിരുന്നു. എനിക്ക് പറ്റുമോ? അവൾ രമ്യയോട് ചോദിച്ചു. നിനക്ക് കഴിയും നിള. നിന്റെ ആത്മവിശ്വാസം തിരിച്ചു വന്നു. ഇത് നല്ലൊരു അവസരമാണ്. രമ്യ അവളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നിള ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതവൾക്കൊരു പുതിയ ഉത്തരവാദിത്തം നൽകി. ക്ലാസ്സിലെ കാര്യങ്ങളിൽ ഇടപഴകാനും മറ്റുള്ളവരുമായി സഹകരിക്കാനും അവൾ പഠിച്ചു. ഇതേ സമയം അവളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഹുൽ എന്നൊരു സഹപാഠിക്ക് താല്പര്യമുണ്ടായിരുന്നു. രാഹുൽ പഠനത്തിലും പഠ്യേതര വിഷയങ്ങളിലും മിടുക്കനായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിളയോടൊരു പ്രത്യേക അടുപ്പം നിള ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും പഴയ അനുഭവങ്ങൾ കാരണം അവൾ ആരുമായും അടുത്തിടപഴകാൻ മടിച്ചു. രാഹുൽ അത് മനസ്സിലാക്കി അവളെ ശല്യപ്പെടുത്താതെ ഒരു നല്ല സുഹൃത്തായി മാത്രം കൂടെ നിന്നു. അവന്റെ കരുതൽ നിളയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഒരു ദിവസം കാവേരി ടീച്ചർ ഒരു പ്രധാന നൃത്ത പരിപാടിക്കായി കുട്ടികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നിള, നീ ഈ പരിപാടിക്ക് ഒറ്റയ്ക്ക് നൃത്തം ചെയ്യണം, ടീച്ചർ പറഞ്ഞു. നിള ഞെട്ടിപ്പോയി. എനിക്ക് കഴിയുമോ ടീച്ചർ? ഞാൻ ഒരുപാട് കാലമായി നൃത്തം ചെയ്തിട്ടില്ലായിരുന്നു. നിനക്ക് കഴിയും നിള. നിന്റെ കണ്ണുകളിൽ ഒരു തീവ്രതയുണ്ട്. നിന്റെ നൃത്തത്തിൽ നിന്റെ കഥയുണ്ടാകും. അത് കാണികളെ തൊടും. ടീച്ചർക്ക് നിളയിലുള്ള വിശ്വാസം അവളെ അത്ഭുതപ്പെടുത്തി. ആകാംക്ഷയോടെയും ഭയത്തോടെയും നിളയതിന് തയ്യാറെടുത്തു. രാവും പകലും അവൾ നൃത്തം പരിശീലിച്ചു. രമ്യയും അഞ്ജനയും അവൾക്ക് താങ്ങും തണലുമായി നിന്നു. അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയും അവളുടെ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൾക്കായി പുതിയ നൃത്തവേഷങ്ങൾ തയ്പ്പിച്ചു. അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. നൃത്തപരിപാടിയുടെ ദിവസമെത്തി. വലിയൊരു സദസ്സായിരുന്നു. നിളയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് അവൾ കണ്ണുകൾ അടച്ചു. ആകാശിന്റെ വാക്കുകൾ, അവന്റെ നിയന്ത്രണങ്ങൾ, അവൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എല്ലാം ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി. പക്ഷെ ഇത്തവണ അവൾ ഭയപ്പെട്ടില്ല. അവൾ ആ ഓർമ്മകളെ ഒരു ഊർജ്ജമാക്കി മാറ്റി. സംഗീതം തുടങ്ങിയപ്പോൾ നിള കണ്ണുകൾ തുറന്നു. അവൾ സ്റ്റേജിലേക്ക് നടന്നു. വെളിച്ചം അവളിൽ പതിച്ചു. അവളുടെ നൃത്തം തുടങ്ങി. ഓരോ ചലനത്തിലും അവളുടെ വേദന, അതിജീവിത, ധൈര്യം എല്ലാം പ്രതിഫലിച്ചു. അത് വെറുമൊരു നൃത്തമായിരുന്നില്ല, അവളുടെ ജീവിതത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു. സദസ്സ് നിശബ്ദമാക്കി അവളെ വീക്ഷിച്ചു. നൃത്തം അവസാനിച്ചപ്പോൾ നിർത്താതെയുള്ള കയ്യടികൾ മുഴങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവൾ സ്വയം തെളിയിച്ചിരിക്കുന്നു. നൃത്തം നിലയുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി. അവൾക്ക് അവളുടെ കഴിവുകളിൽ വിശ്വാസം വന്നു. ഈ ലോകം വലുതാണെന്നും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. നൃത്തവേദിയിലെ നിലയുടെ പ്രകടനം കേവലം ഒരു കലാപരിപാടി എന്നതിലുപരി അവളുടെ ഉള്ളിലെ ശക്തിയുടെ പ്രഖ്യാപനമായിരുന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് കാലത്തിന് ശേഷം അവൾക്ക് സ്വയം അഭിമാനം തോന്നി. അടുത്ത ദിവസം രാവിലെ അവൾ കോളേജിലെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും അഭിനന്ദനവുമായിരുന്നു. രാഹുൽ അവളെ കണ്ടപ്പോൾ ഒരു വലിയ പുഞ്ചിരി നൽകി. നിള, നിന്റെ നൃത്തം അതിമനോഹരമായിരുന്നു, അവൻ പറഞ്ഞു. നിന്നിലെ ധൈര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു. അവളുടെ ക്ലാസ്മേറ്റ്സ്, ജൂനിയർമാർ, സീനിയർമാർ എല്ലാവരും അവളെ പ്രശംസിച്ചു. പ്രൊഫസർ രാധാമാം അവളെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. നിള, നിന്റെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും എന്നെ അത്ഭുതപ്പെടുത്തി. നിനക്കൊരു വലിയ ഭാവിയുണ്ട്. മാമിന്റെ വാക്കുകൾക്ക് അവൾ കൂടുതൽ ആത്മവിശ്വാസം നൽകി. നൃത്തപരിപാടിയുടെ ചിത്രങ്ങൾ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. പലരും നിലയെക്കുറിച്ചും അവളുടെ നൃത്തത്തെക്കുറിച്ചും സംസാരിച്ചു. ഒരു പ്രാദേശിക പത്രത്തിൽ അവളുടെ ചിത്രം സഹിതം ഒരു വാർത്ത വന്നു. അതിജീവനത്തിന്റെ നൃത്തം എന്നായിരുന്നു തലക്കെട്ട്. ഈ പ്രശസ്തി നിളയ്ക്കൊരു പുതിയ വാതിലുകൾ തുറന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ നവോത്ഥാൻ നിളയെ ഒരു അതിജീവിത എന്ന നിലയിൽ അവരുടെ വാർഷിക പരിപാടിയിൽ സംസാരിക്കാൻ ക്ഷണിച്ചു. നവോത്ഥാൻ എന്ന സംഘടന മാനസികാരോഗ്യത്തെക്കുറിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിൽ സജീവമായിരുന്നു. നിളയ്ക്ക് ആദ്യം ഭയമുണ്ടായിരുന്നു. തന്റെ കഴിഞ്ഞകാല ജീവിതം ഇത്രയധികം ആളുകളുടെ മുൻപിൽ തുറന്നു പറയാൻ അവൾക്ക് മടിയായിരുന്നു. അവൾ രമ്യയോടും സന്തോഷിനോടും അഞ്ജനയോടും ഈ വിഷയം സംസാരിച്ചു.
നിള, വേണമെങ്കിൽ നിനക്കിത് ഒഴിവാക്കാം. പക്ഷെ ഇത് നിന്റെ അനുഭവം പലർക്കും ഒരു പാഠമാകും. സന്തോഷ് പറഞ്ഞു. നീ പേടിക്കേണ്ട നിള, ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകും. രമ്യ അവളെ ധൈര്യപ്പെടുത്തി. കാവേരി ടീച്ചറും അവളെ പിന്തുണച്ചു. നിള, നിനക്ക് ശക്തിയുണ്ട്, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അത് മറ്റുള്ളവർക്ക് വെളിച്ചമാവട്ടെ. അങ്ങനെ നിള ആ ക്ഷണം സ്വീകരിച്ചു. പ്രസംഗം നടത്താൻ തയ്യാറാകുമ്പോൾ അവൾക്ക് ഒരുപാട് വികാരങ്ങൾ ഉണ്ടായിരുന്നു. വേദന, ദേഷ്യം, സങ്കടം, അതിജീവനത്തിന്റെ സന്തോഷം എല്ലാം. അവൾ ഒന്നും ഒളിച്ചു വെക്കാതെ തന്റെ അനുഭവം സത്യസന്ധമായി എഴുതി. പ്രസംഗ ദിവസം എത്തി. വലിയൊരു ഓഡിറ്റോറിയം നിറയെ ആളുകൾ, കോളേജ് അധികൃതർ, വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. നിള വേദിയിലേക്ക് കയറുമ്പോൾ അവളുടെ ഹൃദയം ഉച്ചത്തിലിടിച്ചു. മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ അവൾക്ക് കാലിടറി. പക്ഷേ അവൾ കണ്ണുകൾ അടച്ച് സ്വയം ശാന്തയാക്കി. എന്റെ പേര് നിള. അവൾ സംസാരിച്ചു തുടങ്ങി. ഒരുപാട് കാലം എനിക്ക് ഈ പേരിനൊരർത്ഥമില്ലായിരുന്നു. ഞാൻ മറ്റൊരാളുടെ നിഴലായി ജീവിച്ചു. അവളുടെ വാക്കുകൾ സദസ്സിൽ നിശബ്ദത പടർത്തി. അവൾ ആകാശിന്റെ പേരെടുത്ത് പറയാതെ താൻ അനുഭവിച്ച മാനസിക പീഡനത്തെക്കുറിച്ചും എങ്ങനെയാണ് തന്റെ ആത്മവിശ്വാസം തകർക്കപ്പെട്ടതെന്നും താൻ എങ്ങനെയാണ് ഒരു കൂട്ടിലടച്ച പക്ഷിയെ പോലെ ജീവിച്ചതെന്നും തുറന്നു പറഞ്ഞു. ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. താൻ തനിച്ചല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൾ തുടർന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സുഹൃത്ത് രമ്യ, സൈക്കോളജിസ്റ്റ് സന്തോഷ്, എൻ്റെ നൃത്തഗുരു കാവേരി ടീച്ചർ, ഇവരെയൊക്കെയാണ് എനിക്ക് പുതിയ ജീവിതം നൽകിയത്. ടോക്സിക് ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ തനിച്ചല്ല. സഹായം ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ അവകാശമാണ്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. അവളുടെ പ്രസംഗം അവസാനിച്ചപ്പോൾ സദസ്സ് നിർത്താതെ കൈയടിച്ചു. പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിളയെ തേടി ഒരുപാട് പേർ വന്നു. അവരെല്ലാം തങ്ങളുടെ സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചു. നിളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. മാധ്യമങ്ങൾ അവളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകി. നിള ഒരു പൊതുപ്രവർത്തകയായി മാറി. ഈ സംഭവത്തിന് ശേഷം നിളയുടെ ജീവിതം പൂർണ്ണമായി മാറി. അവൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കാൻ ക്ഷണങ്ങൾ ലഭിച്ചു. യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിൽ, വിവിധ NGO മീറ്റിംഗുകളിൽ നിള അവളുടെ കഥ പറഞ്ഞു. ടോക്സിക് ബന്ധങ്ങളെക്കുറിച്ചും അതിന്റെ മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അവൾ അവബോധം സൃഷ്ടിച്ചു. സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അവൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. അവളുടെ ഓരോ വാക്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയും നിറഞ്ഞു വന്നു. അവൾക്ക് നേരിട്ടറിയുന്ന ചിലർ പോലും അവളുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. രാഹുൽ പോലും നിളയുടെ ഈ പുതിയ ജീവിതത്തെ അത്ഭുതത്തോടെയാണ് കണ്ടത്. അവൻ നിളയെ ഒരുപാട് അഭിനന്ദിച്ചു. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള ബഹുമാനം വർദ്ധിച്ചിരുന്നു. നിളയുടെ ജീവിതം തിരക്കിട്ടതായിരുന്നു. കോളേജ് പഠനം, നൃത്ത പരിശീലനം, പ്രസംഗങ്ങൾ. അവളുടെ ഓരോ ദിവസവും പുതിയ വെല്ലുവിളിയും സന്തോഷങ്ങളും നിറഞ്ഞതായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് ഒരുപാട് പെൺകുട്ടികൾ തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വന്നു. അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ നിള മുന്നിട്ടിറങ്ങി. ഇതിനായി അവൾ രമ്യയുടെയും സന്തോഷിന്റെയും സഹായത്തോടെ സാന്ത്വനം എന്ന പേരിൽ ഒരു ചെറിയ സപ്പോർട്ട് ഗ്രൂപ്പ് തുടങ്ങി. ആരംഭത്തിൽ കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ മാത്രമായിരുന്നു സാന്ത്വനത്തിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. ക്രമേണ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ ഈ ഗ്രൂപ്പിൽ ചേർന്നു. ഓരോ ആഴ്ചയും അവർ ഒത്തുകൂടി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പരസ്പരം പിന്തുണ നൽകി. സന്തോഷ് അവർക്ക് മാനസിക പിന്തുണ നൽകി. നിയമപരമായ സഹായം ആവശ്യമുള്ളവരെ അഭിഭാഷകരുമായി ബന്ധപ്പെടുത്തി. ഇതിനിടെ നിലയ്ക്കൊരു പ്രമുഖ ചാനലിൽ നിന്നും ഒരു അഭിമുഖത്തിനായി ക്ഷണം ലഭിച്ചു. സുമ ടീച്ചർ ആ ചാനലിലെ പ്രശസ്തയായ അവതാരികയായിരുന്നു. സുമ ടീച്ചർ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയായിരുന്നു. നിളയുടെ കഥ കേട്ടപ്പോൾ ടീച്ചർക്ക് അത് വലിയൊരു പ്രചോദനമായി തോന്നി. അഭിമുഖത്തിൽ നിള തന്റെ ജീവിതം കൂടുതൽ ആഴത്തിൽ പങ്കുവച്ചു. അവളുടെ ഓരോ വാക്കും ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേർന്നു. പരിപാടിക്ക് ശേഷം നിളയ്ക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമായിരുന്നു. പല സന്നദ്ധ സംഘടനകളും അവളെ അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. നിളയുടെ മാതാപിതാക്കൾ രാജൻ മാഷും സുധയും മകളുടെ വളർച്ചയിൽ അഭിമാനം കൊണ്ടു. ഒരുപാട് ദുരിതങ്ങൾക്കൊടുവിൽ മകൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകി. അതേസമയം രാഹുൽ നിളയുടെ ജീവിതത്തിൽ ഒരു നിഴലായി കൂടെ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും പ്രണയം തുറന്നു പറഞ്ഞില്ല. പക്ഷെ അവന്റെ കണ്ണുകളിലും വാക്കുകളിലും അവളോടുള്ള സ്നേഹം പ്രകടമായിരുന്നു. നിളയുടെ ഓരോ പ്രസംഗത്തിലും അവൻ സദസ്സിലുണ്ടായിരുന്നു. അവളുടെ ഓരോ നോട്ടത്തിലും അവൻ അവൾക്ക് പിന്തുണ നൽകി. ഒരു ദിവസം രാഹുൽ നിളയോട് പറഞ്ഞു, നിള, നീ ശരിക്കും ഒരു പ്രചോദനമാണ്. നിന്റെ ധൈര്യം എനിക്ക് അത്ഭുതമാണ്. നിള പുഞ്ചിരിച്ചു. രാഹുലിന്റെ നിസ്വാർത്ഥമായ സ്നേഹം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എങ്കിലും പഴയ മുറിവുകൾ അവളെ പുതിയൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഒരു ദിവസം നിളയുടെ നൃത്തഗുരു കാവേരി ടീച്ചർക്ക് ഒരു ഫോൺ കോൾ വന്നു. ടീച്ചറുടെ പഴയൊരു വിദ്യാർത്ഥിയായിരുന്ന മാലതി ഒരു പ്രശസ്ത നൃത്ത സ്കൂളിന്റെ ഡയറക്ടർ ആയിരുന്നു. അവർക്ക് അവരുടെ സ്കൂളിൽ പുതിയൊരു നൃത്താധ്യാപികയെ ആവശ്യമുണ്ടായിരുന്നു. കാവേരി ടീച്ചർ നിളയെക്കുറിച്ച് മാലതിയോട് പറഞ്ഞു. മാലതിക്ക് നിളയുടെ നൃത്തത്തെക്കുറിച്ച് അവളുടെ ജീവിതത്തെക്കുറിച്ചും അറിയാമായിരുന്നു. മാലതി നിലയെ ഇന്റർവ്യൂവിന് വിളിച്ചു. നിലയ്ക്ക് വലിയ സന്തോഷവും ഒപ്പം ചെറിയ ഭയവും ഉണ്ടായിരുന്നു. ടീച്ചർമാർ രമ്യ, സന്തോഷ്, അഞ്ജന എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്റർവ്യൂ നില തന്റെ നൃത്തത്തിലുള്ള അറിവും അനുഭവങ്ങളും നൃത്തത്തോടുള്ള അഭിനിവേശവും തുറന്നു പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസം മാലതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ നിലയ്ക്ക് ആ നൃത്ത സ്കൂളിൽ ജോലി ലഭിച്ചു. ഇതൊരു വലിയ അവസരമായിരുന്നു. നൃത്തം തന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു.
കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നത് അവൾക്ക് വലിയ സന്തോഷം നൽകി. അവരുടെ നിഷ്കളങ്കമായ മുഖങ്ങളിലും നൃത്തത്തോടുള്ള അവരുടെ താല്പര്യത്തിലും നിള തന്റെ കുട്ടിക്കാലം കണ്ടു. അവൾ സ്വന്തമായി ഒരു വരുമാനം നേടാൻ തുടങ്ങി. സാമ്പത്തിക സ്വാതന്ത്ര്യം അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ഈ സമയത്താണ് സഞ്ജയ് എന്ന യുവ വ്യവസായി നിളയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സഞ്ജയ് ഒരു പുതിയ സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനായിരുന്നു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നതായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. നിളയുടെ പ്രസംഗത്തിൽ നിന്നും അവളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സഞ്ജയ് അവളെ സമീപിച്ചത്. തങ്ങളുടെ പ്രൊജക്ടുകളിൽ അവൾക്ക് പങ്കാളിയാവാൻ കഴിയുമോ എന്ന് അവൻ ചോദിച്ചു. സഞ്ജയ് ബുദ്ധിമാനും നല്ല ചിന്താഗതിയുള്ളവനും സ്ത്രീകളോട് ബഹുമാനമുള്ളവനുമായിരുന്നു. നിളയ്ക്ക് അവന്റെ ആശയങ്ങളിൽ താല്പര്യം തോന്നി. സഞ്ജയോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതികളും നിലയെ ആകർഷിച്ചു. അവൻ അവളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിച്ചു, അവളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു. സഞ്ജയും രാഹുലും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലുള്ളവരായിരുന്നു. രാഹുൽ ഒരു നിസ്വാർത്ഥമായ സുഹൃത്തും നിളയുടെ ഓരോ വിജയത്തിലും സന്തോഷിക്കുന്നവനുമാവുന്നു. സഞ്ജയ് ആവട്ടെ നിളയുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്ന് അവളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു പങ്കാളിയായിരുന്നു. സഞ്ജയ്ക്കൊപ്പമുള്ള പ്രവർത്തനങ്ങൾ നിളയുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകി. അവളുടെ വാക്കുകൾ കേട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നത് അവൾക്ക് വലിയൊരു സംതൃപ്തി നൽകി. സാന്ത്വനം ഗ്രൂപ്പ് ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ പല മേഖലകളിലുള്ള സ്ത്രീകൾ ഇതിൽ പങ്കാളികളായി. രമ്യ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിളയുടെ പ്രധാന സഹായിയായി. സന്തോഷ് ആവശ്യമുള്ളവർക്ക് സൗജന്യ കൗൺസിലിംഗ് നൽകി. നിളയും സഞ്ജയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. അവർ ഒരുമിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തു. സഞ്ജയുടെ നിസ്വാർത്ഥമായ പിന്തുണയും പ്രോത്സാഹനവും നിളയ്ക്ക് പുതിയൊരു ഊർജ്ജം നൽകി. അവന്റെ സാമീപ്യം അവളിലെ പഴയ മുറിവുകളെ പതിയെ മായ്ച്ചു കളഞ്ഞു. രാഹുൽ ഈ മാറ്റങ്ങൾ ഒരു പുഞ്ചിരിയോടെയാണ് കണ്ടത്. അവൻ നിളയുടെ നല്ല സുഹൃത്തായി തുടർന്നു. ഒരു യഥാർത്ഥ സുഹൃത്തിന് സ്വന്തം സന്തോഷത്തെക്കാൾ വലുത് കൂട്ടുകാരന്റെ സന്തോഷമാണെന്ന് അവൻ തെളിയിച്ചു. നൃത്ത സ്കൂളിലെ നിളയുടെ ജോലി മികച്ച രീതിയിൽ മുന്നോട്ട് പോയി. അവളുടെ കീഴിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ സംസ്ഥാനതല നൃത്ത മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടി. കാവേരി ടീച്ചർക്ക് നിളയെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. നീ വെറുമൊരു നർത്തകിയല്ല നിള, നീ ഒരു കലാകാരിയാണ്. നിന്റെ നൃത്തം ഒരു പ്രചോദനമാണ്, ടീച്ചർ പറഞ്ഞു. ഒരു ദിവസം നിളയും സഞ്ജയും ഒരു വലിയ കോൺഫറൻസിൽ സംസാരിക്കാൻ ക്ഷണം ലഭിച്ചു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ളതായിരുന്നു ആ കോൺഫറൻസ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് നിള തന്റെ ജീവിതകഥ വീണ്ടും പങ്കുവച്ചു. ഇത്തവണ അവളുടെ വാക്കുകളിൽ കൂടുതൽ പക്വതയും ദൃഢതയും നിറഞ്ഞിരുന്നു. ഒരു ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു പുനർജന്മമാണ്, അവൾ പറഞ്ഞു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ഭയക്കരുത്. ഓരോ മുറിവും നമ്മളെ കൂടുതൽ ശക്തരാക്കും. ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലുത്. അവളുടെ പ്രസംഗം കോൺഫറൻസിലെ വലിയ ചർച്ചയായി. സദസ്സിൽ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് നിളയോട് ചോദിച്ചു, നിള, ഈ യാത്രയിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകിയ ഘടകം എന്താണ്? നിള ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം. ഞാൻ ആരുടെ നിഴലുമല്ല, ഞാനാണെന്ന് മനസ്സിലാക്കിയ നിമിഷം. എനിക്ക് ചുറ്റുമുള്ള നല്ല മനസ്സുകൾ എനിക്ക് താങ്ങും തണലുമായിരുന്നു. എൻ്റെ കുടുംബം, രമ്യ, സന്തോഷ്, കാവേരി ടീച്ചർ, അഞ്ജന, ഇപ്പോൾ സഞ്ജയ്, എല്ലാവരും എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പക്ഷേ ഏറ്റവും വലിയ ശക്തി എൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ആ കോൺഫറൻസിന് ശേഷം നിളയ്ക്ക് യുവ പ്രചോദക പുരസ്കാരം ലഭിച്ചു. അത് അവളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു. ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും മാസികകളും അവളെക്കുറിച്ച് എഴുതി. നിള ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രകാശ ഗോപുരമായി മാറി. സഞ്ജയ് പിന്നീട് നിളയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിളയുടെ മനസ്സിൽ തെളിഞ്ഞത് ആകാശിന്റെ ഓർമ്മകളായിരുന്നില്ല, മറിച്ച് സഞ്ജയുടെ സ്നേഹവും കരുതലും ബഹുമാനവുമായിരുന്നു. അവൾ സമ്മതം മൂളി. അവരുടെ വിവാഹം ലളിതമായ ഒരു ചടങ്ങായിരുന്നുവെങ്കിലും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറഞ്ഞതായിരുന്നു. രമ്യയും സന്തോഷും അഞ്ജനയും രാഹുലും കാവേരി ടീച്ചറും രാജൻ മാഷും സുധയും നിളയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവളോടൊപ്പം നിന്നവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. വിവാഹശേഷം നിളയും സഞ്ജയും അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിച്ചു. അവർ ഒരുമിച്ച് കൂടുതൽ പദ്ധതികൾക്ക് രൂപം നൽകി. ടോക്സിക് ബന്ധങ്ങളിൽ നിന്നും പുറത്തു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ ഹോമും കൗൺസിലിംഗ് സെന്ററും അവർ സ്ഥാപിച്ചു. അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാനും വിദ്യാഭ്യാസം നേടാനും പുതിയ കഴിവുകൾ പഠിക്കാനും അവസരം ലഭിച്ചു. നിള തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ അവരെ പ്രചോദിപ്പിച്ചു. നിളയുടെ ജീവിതം ഒരു പാഠപുസ്തകമായി മാറി. പ്രണയത്തിന്റെ പേരിൽ ഒരാൾക്ക് മറ്റൊരാളെ തടവിലാക്കാൻ കഴിയില്ലെന്നും സ്നേഹമെന്നത് സ്വാതന്ത്ര്യവും പരസ്പര ബഹുമാനവുമാണെന്നും അവൾ തെളിയിച്ചു. ഇരുണ്ട കൂടാരത്തിൽ നിന്ന് പറന്നുയർന്ന ചിറകൾ വിരിച്ച് ആകാശത്തിൽ വിരിയുന്ന ഒരു ചിത്രശലഭത്തെ പോലെ നിള തന്റെ ജീവിതത്തിലൂടെ പലർക്കും മാതൃകയായി. അവളുടെ യാത്ര വേദനയിൽ നിന്നും അതിജീവനത്തിലേക്കും അവിടെ നിന്ന് പ്രചോദനത്തിലേക്കും ഉള്ളതായിരുന്നു. അവസാനിച്ചു. ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യണേ.